ഒരു 3 കൊല്ലം കാത്തിരുന്നിട്ട് ഒരു കല്യാണം കൂടിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ കൂടിയിട്ടുണ്ട്. വേറെ ആരുടെയല്ല, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ കല്യാണമാണ്. എൻ്റെ ആങ്ങളയുടെ കല്യാണം. കുറച്ച് നാളായി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് എൻ്റെ ഫോണിൽ കിടന്നപ്പോൾ ഞാൻ ഓർത്തു അതിങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു വ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അതുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. വേഗം പോയി ചേഞ്ച് ചെയ്തിട്ട് വരുന്നതാണ്. ഒരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ വലിയ പരിപാടിയായിരുന്നു ശരിക്കും കല്യാണം. ഈ സേവ് ദി ഡേറ്റൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ. സോ സ്പെഷ്യൽ അപ്രിസിയേഷൻ ടു മീ. ആൻഡ് നമുക്ക് മൈലാഞ്ചി ഇട്ടിരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷഹാനയാണ്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി മെഹന്തി ആർട്ടിസ്റ്റാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെഹന്തിയുടെ ആവശ്യമുണ്ടെങ്കിൽ അവളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് എൻ്റെ ഐഡിയയിൽ തന്നെ ഉദിച്ച ഒരു തട്ടിക്കൂട്ട് ഗ്രൂം ടു ബി പരിപാടിയാണ്. സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച, പക്ഷേ സമയപരിമിതി മൂലം ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒപ്പിച്ചൊരു പരിപാടി എന്ന് വേണം പറയാൻ. എൻ്റെ റിലേറ്റീവ്സൊക്കെ എത്തിച്ചേരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തരായിട്ട് ഈ പരിപാടി നടക്കുമ്പോൾ വന്ന് ചേരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ ക്ലിപ്പിൽ കുറച്ചേരെ വെച്ച് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഇക്കയുടെ ബെസ്റ്റ് ബഡീസാണ്. ഇടവും വലവുമാണിത്. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് കുറേ ആൾക്കാർ, കുറേ പേരൊക്കെ മിസ്സായി, കുറച്ച് പേർക്കൊക്കെ. പിന്നെ ഉള്ളവരെയൊക്കെ കൊണ്ട് നമ്മൾ പരിപാടിയൊക്കെ നടത്തി. കാരണം നമ്മൾക്ക് ഈവനിങ് ആണ് നമുക്ക് അടുത്ത നിക്കാഹിന് പോകാനുള്ളത്. സോ നമ്മൾ ആലപ്പുഴ വരെ പോകണം. അതുകൊണ്ട് ഈ പരിപാടി നേരത്തെ വൈൻഡപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല പണിയായിരുന്നു ഈ സാധനങ്ങളൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളത്. അതും ഈവനിങ് ആണ് നിൽക്കുക. അതിനു മുന്നേ ഇത്രയും ഹാമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത്രയും ദിവസം ഞാൻ ചുമ്മാ നടന്നിട്ട് ഇതൊന്നും ചെയ്യാണ്ടിരുന്നു. ഇതാണെങ്കിൽ ഏറ്റുപോവുകയും ചെയ്ത് തീർക്കുകയും വേണം. ആകെ മൊത്തം പണിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫൈനലി എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം കൂടെ ആഞ്ഞു പിടിച്ച് ഹാമ്പേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഒരുക്കമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫ്രണ്ടിലിരിക്കുന്ന ബൊക്കെയാണ് വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയത്. അത്രയ്ക്കൊന്നും സെറ്റായൊന്നുമില്ല. പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ആഫ്റ്റർ ദാറ്റ് ലോങ് ട്രിപ്പ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈബിലൊക്കെയാണ് പോയതും തിരിച്ച് വന്നതും. അടിപൊളി പരിപാടിയായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും ഭയങ്കര എനർജറ്റിക്കാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഇവരെല്ലാവരും കുറേ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ടയേർഡായിട്ട് ഇരിപ്പാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് തോൽക്കി ഇവൻ്റ് പ്രോഗ്രാം ഉണ്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സിറ്റുവേഷനാണിത്. To my favorite tree. Well, here we are celebrating the donkey of Roshna and Hashim. I'll take care of you along
ശരിക്കും എനിക്ക് ഈ പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് തോൽക്കി എന്ന് പറഞ്ഞാൽ. കാരണം ശരിക്കും എൻജോയ് ചെയ്തു. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനായിരുന്നു. നമ്മളിതിൻ്റെ ലൊക്കേഷൻ തപ്പി ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പ്രോഗ്രാമിന് 2 days മുന്നെയാണ് നമ്മൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ലൊക്കേഷനിലുള്ള പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കണം, എന്തെങ്കിലുമൊക്കെ കളിക്കും മക്കളെ, നമ്മളൊക്കെ ഇങ്ങനെ വന്ന് ചുമ്മാ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പം നമ്മളോർത്ത് ഓക്കെ കളറാക്കിയേക്കാം. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം രാത്രി 12:30 വരെ നിന്നിട്ടുള്ള എൻജോയ്മെൻറ്റ് പരിപാടീസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാ പ്രായക്കാരെയും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Yo guys, after Dolki night, the Dolki Eve. Yes. आजा दिल करदा नहीं लगदा और तेरे मेरे नहीं लगदा सिंगारी जोड़ी शराबी हो गई जींस पहन के तूने मारा ठुमका तो लड्डू पड़ोसन की रावी हो गई हाँ పాషు పాషు పరదేశి నేను పరి నుంచి వచ్చేసాను ചൊരു പുഞ്ചിരി എന്നിടി കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്നിടി കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീയേതാ പറയുമോ ഓത്തുവന്നതല്ലേ ഞാനും പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവച്ചതല്ലേ ഓത്തുവന്നതല്ലേ ഞാനും പെണ്ണാളെ പിള്ളേരെടുത്ത് കളിക്കരുത്. താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം അവൻ വിജൃംഭിച്ചു പോയി. അടിയിടാൻ പാടില്ല. പോയത് പോയി. പിടിക്കാൻ ഒരു കാരണവശാലും പിടിക്കാൻ പറ്റത്തില്ല. വീഴുമ്പോൾ തിരിഞ്ഞു അങ്ങ് വീഴുക, അത്രേ ഉള്ളൂ. ഒരു കാരണവശാലും അതിൽ തൊടാനോ ടച്ച് ചെയ്യാനോ പിടിക്കാനോ പാടില്ല. അതാണ് നമ്മുടെ കളിയുടെ ആ പെർഫോമൻസ് ഏറ്റവും നല്ലത്. എല്ലാരും ഇരുന്നോ? ക്യാപ്റ്റൻ പരാജയപ്പെട്ടു. Ready, 1, 2, 3.
ഇതെന്തും മറിമായും പാട്ട് നമ്മള് അത് 100 പാടും. ഷഹാന പാടിയിരിക്കുന്നതാണ്. പപ്പാളി പപ്പാളി അച്ചിങ്ങ പച്ചിങ്ങ പിച്ചിങ്ങ ചൊല്ലി ഒന്ന് പൊട്ടി അലിമ ആയിഷ പോരാട്ടം പറഞ്ഞു വീരരുത് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു വീരുത് അലമ്പ് വന്നലമ്പ് ഹലീമ ഔട്ടായിരിക്കാണ്. ഹലീമ തോന്നി പിന്മാറിയിരിക്കുന്നു. അതിയായ പോരാട്ടം നടക്കുന്നു. അതിയായ പോരാട്ടം ഐഷ കാലിൽ നിന്നും തെറിച്ചു പോയിരിക്കുകയാണ്. വല്ലതും പറയുകയാണെങ്കിലോ ഇതാ അടി ഉണ്ടാക്കരുത്. കൈ കൊണ്ടുള്ള കളികൾ വേണ്ട, ഒള്ളിക്കാൽ. അതേ ചങ്കുട്ടിയുടെ കാലിൽ നിന്ന് പോയിരിക്കുകയാണ്. ഈ അവസാനം അവശേഷിക്കുന്ന രണ്ടേ പേർ മാത്രം. നൂറയും നസ്ലിയും തമ്മിലുള്ള അതിമനോഹരമായ പോരാട്ടം. ഇവരെ തടരരുത്. കമോൺ साहिबा आए घर काहे ना, ऐसे तो सताए ना, देखूं तुझको चैन आता है। साहिबा नींदे वींदे आए ना അങ്ങനത്തെ നിന്നൊന്ന് സംസാരിച്ചേ. ക്ലോസ് ആയിട്ട് ബോർഡ് ക്ലോസ് ആയിട്ട് ഫേസ് സംസാരിക്കും. ഹാപ്പി അടിക്കാനെ ആ ബട്ടർഫ്ലൈ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. കോച്ചൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കും. ചെക്ക് ഓടുന്നുണ്ടോ അത്? ശരിയല്ല. ആ ബട്ടർഫ്ലൈ ബോയൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്തോ. ബാക്ക് വെച്ചാൽ മതി. നിൽക്കുമ്പോ 3 ആഴ്ചകൾ ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ. നമ്മൾ ചെക്കിനെയും പെണ്ണിനെയും ഇന്ന് നമ്മൾ ട്രോളി നാശമാക്കാണ്.
വലിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. എന്താണെന്നറിയാലോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ റിംഗ് എടുക്കണം. ആർക്കാണോ ആദ്യം ആ റിംഗ് കിട്ടുന്നത് അയാൾ ജയിക്കും. മറ്റേ ആൾക്ക് നമ്മൾ ടാസ്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഓക്കെ, നമ്മൾ പാട്ടിടുമ്പോ സ്റ്റാർട്ട് ചെയ്തോണേ. രണ്ടുപേരോട് അലമ്പാക്കരുത്, പയ്യെ. പാട്ട് ഓണാകുമ്പോ സ്റ്റാർട്ട് ചെയ്തു. ഇരുന്ന് പറ്റുമോ? ഇവൾക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്നു താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളേ ഇനി മണവാളൻ ഇങ്ങ് മാറി നിൽക്കുന്നതാണ്. മണവാളനുള്ള പണി. തേനും വയം പൂണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുമ്പോൾ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. മാമാക്ക് ധൈര്യത്തെ കഴിച്ചു. മാമാക്ക് അങ്ങനെ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേർക്കും ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുപേരും സെയിം അല്ല എഴുതിയതെങ്കിൽ രണ്ടുപേർക്കും ഓരോ ടാസ്കുകൾ കിട്ടുന്നതായിരിക്കും. അത് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ടാസ്ക്. സോ അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടിയ കുറേ ഫൺ ആക്ടിവിറ്റീസാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. റൊമാൻറ്റിക് ഡാൻസ് ഉള്ളി. ഈശ്വരോ, ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇപ്പോഴല്ലെന്ന്. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന എന്റെ പപ്പ. അതാ നോക്കി ഒരു ഒപ്പന കളിച്ചാൽ മതി. ഓക്കെ, മതി. ഒപ്പന പാട്ടിട്ട് തരാം, കളിക്കുക.
ഗിഫ്റ്റ് എത്തി. ഇത് നമ്മള് അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എല്ലാവരും clap അടിക്കൂ. നിങ്ങൾ വേഗം പോയി ചേഞ്ച് ചെയ്തിട്ട് വരുന്നതാണ്. ആ സമയത്ത് നമുക്ക് ജസീർക്കായ്ക്ക് സമയത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കൊടുക്കാം. ഓക്കെ, നിങ്ങൾ വേഗം പോയി ചേഞ്ച് ചെയ്തിട്ട് വരണതാണ്. ഇവര് ഫ്രണ്ട് നമുക്ക് പുറകെ നടക്കാം. ആദ്യം വായിക്കുന്ന അല്ല, ഇത് കുറച്ച് എളുപ്പപ്പണിയാണ്. ഈ ദുബൈയിൽ എന്തുവായിരുന്നു പണി? പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടരുത്. പൊട്ടി മഞ്ഞ പൊട്ടിച്ച് മഞ്ഞ പൊട്ടരുത്. ഇല്ല, പച്ചമുളകില്ല, അതിന് വരെ മുളക് പൊടി. കുരുമുളക് പൊടിയൊന്നും ഇല്ലല്ലോ. വേറെ വല്ല മിക്സിലൂടെ പണി കൊടുക്കണോ? റോസ്റ്റിനകത്തായിട്ടുള്ള പൊടി എന്നെ കൂടെ കഴിക്കണോ? പൊടി സൈഡിൽ വെച്ചെടുത്തായി. ആ സൈഡിൽ സൈഡിൽ
അല്ലെന്ന് ഒരു കുട്ടിയുടെ മോള് വരും. ഒരു അറിയില്ല, ഇയാളെ പണിയെടുക്കാൻ പറ്റില്ല കേട്ടോ. പൈസ പൈസ മേടിച്ചോ, പൈസ മേടിച്ചോ. പൈസ എടുത്തോ, പൈസ എടുത്തോ. ഇത്ത 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 പൈസ എടുത്തോ, എടുത്തോ. ഒരു ക്ലിപ്പായിട്ടോ. പിടിക്കില്ല, എല്ലായിടത്തും പിടി. ചൂടാവാൻ കുരുമുളകില്ല, ചായപ്പൊടിയുണ്ട്. വെരി ഗുഡ്. കൊടുത്തു കൊടുത്തു അത് കൂടെ സൈവനോട് അങ്ങനെ നമ്മുടെ 4-5 ദിവസത്തെ പരിപാടിക്ക് ഒരു എൻഡ് ആയിരിക്കുകയാണ്. ഇതൊക്കെയുള്ളൂ നമ്മുടെ വ്ലോഗ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.